ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ല എന്നാണ് സർക്കാരിൻ്റെ നിലപാട്. പക്ഷേ ഇതിനിടയിൽ ഞങ്ങൾ മുന്നോട്ട് വെച്ച ചില കാര്യങ്ങളുണ്ട്. എന്താ കാരണം എന്ന് വെച്ചാൽ രാജ്യത്തിനും പ്രതിപക്ഷത്തിനും പാർലമെൻറ്റിനും സ്പഷ്ടതയുണ്ടാകേണ്ട ചില രംഗങ്ങളുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ രണ്ട് ആവശ്യങ്ങൾ മുന്നോട്ട് വച്ചിരുന്നു. ഒന്ന്, പ്രത്യേക പാർലമെൻറ്റ് സമ്മേളനം വിളിച്ചു ചേർക്കണം. പാർലമെൻറ്റിൽ ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളാണ്. അവരെ വിശ്വാസത്തിലെടുക്കുകയും അവർക്ക് പറയാനുള്ളത് കേൾക്കുകയും അങ്ങനെ നല്ലൊരു സന്ദേശം രാജ്യത്തെ ജനങ്ങൾക്ക് അയക്കണമെന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ആവശ്യം. ഇപ്പോൾ ജനാധിപത്യ രാജ്യമൊന്നും അല്ലാത്ത പാകിസ്ഥാനിൽ പോലും ഈ വിഷയത്തെ മുൻനിർത്തി പാർലമെൻറ്റ് സമ്മേളനം നടന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജനാധിപത്യ രാജ്യങ്ങളിലൊന്നായ ഇന്ത്യ എന്തുകൊണ്ടാണ് ഒരു പ്രത്യേക പാർലമെൻറ്റ് സമ്മേളനത്തിലേക്ക് പോകാതിരിക്കുന്നത് എന്നുള്ളത് ഞങ്ങൾക്ക് വളരെ അസ്വസ്ഥതയുണ്ടാക്കുന്ന കാര്യമാണ്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് പ്രധാനമന്ത്രി തന്നെ പങ്കെടുത്തുകൊണ്ടുള്ള ഒരു സർവകക്ഷി യോഗമാണ്. ഇപ്പോൾ ഇതുവരെ നടന്നിട്ടുള്ളത് ഏകമാനമായിട്ടുള്ള ഒരു പ്രതിപാദനമാണ്. അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം പറയുന്നു. പക്ഷേ ജനാധിപത്യം എന്ന് പറയുന്നത് ടു വേ പ്രോസസ്സാണ്, ഒരു ഏകപക്ഷീയമായിട്ടുള്ള പ്രോസസ്സല്ല. രണ്ട് സർവകക്ഷി യോഗങ്ങൾ നടന്നിരുന്നു. ഒന്ന് പഹൽഗാമിന് ശേഷം, രണ്ട് ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം. ഈ രണ്ട് സുപ്രധാന സർവകക്ഷി യോഗങ്ങളിലും പ്രധാനമന്ത്രി പങ്കെടുത്തില്ല എന്നുള്ളതാണ് ഏറ്റവും ദൗർഭാഗ്യകരമായ കാര്യം. ഇക്കാര്യം പങ്കെടുത്ത എന്നെപ്പോലുള്ള പ്രതിനിധികൾ അവിടെ ചൂണ്ടിക്കാണിച്ചിരുന്നു. അതുകൊണ്ട് പാർലമെൻറ്റ് സമ്മേളനത്തിൻ്റെ മുന്നോടിയായിട്ട് ഒരു സർവകക്ഷി യോഗം കൂടി വിളിച്ചു ചേർക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ രണ്ട് ആവശ്യങ്ങളോടും അനുകൂലമായിട്ട് കേന്ദ്ര സർക്കാർ പ്രതികരിച്ചില്ലെങ്കിൽ പോലും ഒരു നാഷണൽ കോസിനെ മുൻനിർത്തിയാണ് സർക്കാരിൻ്റെ ഒരു തീരുമാനത്തോട് ഞങ്ങൾ പ്രതിക്രിയ ചെയ്യുന്നത്. ഇപ്പോൾ ഞങ്ങളുടെ ആവശ്യങ്ങളൊന്നും കേന്ദ്ര സർക്കാരോ പ്രധാനമന്ത്രിയോ ചെവിക്കൊണ്ടില്ല എന്നതുകൊണ്ട് ഈ വിദേശത്തേക്കുള്ള ദൗത്യത്തിൽ പങ്കെടുക്കേണ്ടതില്ല എന്നൊരു തീരുമാനം ഞങ്ങൾ എടുത്തില്ല. ഒരു നിഷേധാത്മകമായ സമീപനമല്ല, സഹകരണ മനോഭാവമാണ് കാണിക്കുന്നത്. അതായത് രാജ്യമാണ് മുൻപന്തിയിൽ നിൽക്കേണ്ടത്, രാജ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ നിലകൊള്ളണം എന്നുള്ള ഒരു ഉദാത്തമായിട്ടുള്ള നയസമീപനം സ്വീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി തീരുമാനിച്ചത്.